ഹലോ ഗൈസ്, ഇനി എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ. ചിലപ്പോൾ ഇത് ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞ് 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരാൻ പോകുന്നത്. ചിലപ്പോൾ ഹാപ്പി ന്യൂ ഇയറിന് മുൻപ് വരാം, ചിലപ്പോൾ ഹാപ്പി ന്യൂ ഇയറിൻ്റെ അന്ന് വരാം. എപ്പോൾ വരുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ ഫുള്ളായി കാണാം. നമ്മുടെ ചാനലിൻ്റെ ഒരു വലിയ ഒരു ഇത് തന്നെയാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ളായി കാണാം വീഡിയോ. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചാനലിൻ്റെ ഒരു വഴി അങ്ങോട്ട് മാറിപ്പോവാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും കാലം, അതായത് എനിക്ക് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ചെയ്ത കാറ്റഗറി എന്റർടൈൻമെന്റ് കാറ്റഗറിയിലായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി നമ്മൾ ആ കാറ്റഗറി മാറ്റിയിട്ട് കുറച്ചുകൂടി ക്യൂരിയോസിറ്റി ഉള്ള കണ്ടന്റ് ചെയ്യാൻ പോകണം. കാറ്റഗറി മാറ്റുന്നില്ല, കണ്ടന്റ് നമ്മൾ എങ്ങനെ ചെയ്യാൻ പോകുന്നത്. അതായത് ഞാനൊന്ന് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഈ പ്രേതകഥകളോടും നിങ്ങൾക്ക് ഈ ഗുളികൻ, തെയ്യം, ഭദ്രകാളി ഇങ്ങനെയുള്ളവരോട് ഇഷ്ടമുണ്ടോ? എന്നാൽ നമുക്കിനി ആ ഒരു വഴിയിലൂടെ കണ്ടന്റുകൾ ചെയ്തു നോക്കാം. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത്, തെയ്യങ്ങളുടെ ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ പല തെയ്യ രൂപങ്ങളുടെ ഐതിഹ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കേട്ട കഥകളാണ് നിങ്ങളോട് പറയുന്നത്. ഇനിയിപ്പോ കെട്ടുകഥകളാണോ എന്ന് കൂടി എനിക്കറിയാൻ പാടില്ല. പണ്ടുകാലം മുതൽ കേൾക്കാൻ തുടങ്ങിയ പല കഥകളും ഞാൻ നിങ്ങളിലൂടെ പങ്കുവയ്ക്കും. അതാണ് തെയ്യങ്ങളുടെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുപോലെ തന്നെ തെയ്യങ്ങളെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സാധനത്തിനോട് ക്യൂരിയോസിറ്റി ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ഇതിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. ഞാൻ 100% തരുന്നു. പിന്നെ താല്പര്യം വേണം വെച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ അതിനോട് ഇഷ്ടം തോന്നും. അപ്പൊ എല്ലാവരും തെയ്യങ്ങളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മറക്കാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തെയ്യത്തിന്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വഴിയിലൂടെ മാറുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിതിന് ഇത്ര വലിയ മാറ്റം കൊടുത്തു, ഈ എന്റർടൈൻമെന്റ് കാറ്റഗറിയിൽ തന്നെ പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ പുതിയ വർഷമല്ലേ, ഒരു മാറ്റമൊക്കെ വേണ്ടേ? ചിലപ്പോ അതന്നെ. എന്തായിരുന്നു എന്റർടൈൻമെന്റ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഡാൻസ്, കളിചിരികൾ എല്ലാം ഞാൻ ഈ ചാനലിലൂടെ തന്നെ പങ്കുവെക്കും കേട്ടോ. എന്റർടൈൻമെന്റ് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ എനിക്ക് ഈ കഥകളോട് ഞാൻ കൂടുതലും എനിക്കും ക്യൂരിയോസിറ്റി ആകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാനലിലൂടെ ഇത് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നത്.